എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മുടെ ചാനലിലൂടെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. പുലിമുരുകൻ എന്ന മലയാളത്തിലെ ആദ്യ 100 കോടി ചിത്രത്തിന്റെ കളക്ഷൻ സംബന്ധമായ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്തത്. അതിന് പ്രധാന കാരണം കേരള പോലീസിലെ DGP പദവിയിലിരുന്ന തച്ചങ്കരിയുടെ ഇന്നലെ പുറത്തുവന്ന ഇന്റർവ്യൂവിൽ പുലിമുരുകൻ എന്ന സിനിമയുടെ കളക്ഷനെ പറ്റി അദ്ദേഹം ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു. അതായത് ചിത്രത്തെപ്പറ്റി ആ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് പുലിമുരുകൻ എന്ന സിനിമയുടെ നിർമ്മാതാവിന് പുലിമുരുകൻ എന്ന സിനിമയിൽ നിന്നും ലോൺ അടക്കാൻ വേണ്ടിയുള്ള പൈസ പോലും ലഭിച്ചില്ലെന്നാണ് അദ്ദേഹം ഇന്നലെ അഭിപ്രായപ്പെട്ടത്. ഇതൊക്കെ കേൾക്കുമ്പോൾ പ്രേക്ഷകരെ പോലെ നമ്മൾക്കും ഒരു അത്ഭുതമാണ്. അതായത് മലയാളത്തിൽ നിന്നും ആദ്യത്തെ തിയേറ്റർ കളക്ഷനിലൂടെ 100 കോടി ക്ലബിൽ ഇടം നേടിയ ചിത്രം നിർമ്മാതാവിന് ലാഭമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്ന് പറയുമ്പോൾ ഏതൊരു സിനിമാ പ്രേമിക്കും ആ ഒരു വാർത്ത അത്ഭുതമായേ തോന്നൂ. അതേസമയം പുലിമുരുകൻ എന്ന സിനിമയുടെ യഥാർത്ഥ നിർമ്മാതാവായ ടോമിച്ചൻ മുളകുപാടം ഇന്ന് വ്യക്തമായ സിനിമയുടെ കളക്ഷൻ അപ്ഡേറ്റുകൾ പുറത്തുവിട്ടിരുന്നു. ആ ഒരു ഡീറ്റെയിൽ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 35,000 സബ്സ്ക്രൈബേഴ്സ് തികയുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വാദപ്രതിവാദങ്ങൾ ശക്തമാവുന്ന ഇടയിൽ 100 കോടി ക്ലബിൽ അനുഭവം പറഞ്ഞ് നിർമ്മാതാവ് ടോമിച്ചൻ മുളകുപാടം മലയാളത്തിലെ ആദ്യ 100 കോടി ചിത്രമായ പുലിമുരുകന്റെ നിർമ്മാതാവായ ടോമിച്ചൻ മുളകുപാടം കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നും അതായത് KFCയിൽ നിന്നും പുലിമുരുകൻ സിനിമയ്ക്ക് വേണ്ടി എടുത്ത ലോണ് ഇതുവരെ അടച്ചു തീർന്നിട്ടില്ലെന്നായിരുന്നു മുൻ DGP കൂടിയായിരുന്ന ടോമിൻ J തച്ചങ്കരിയുടെ പ്രസ്താവന. എന്നാൽ പുലിമുരുകൻ സിനിമയുടെ യഥാർത്ഥ നിർമ്മാതാവായ ടോമിച്ചൻ മുളകുപാടം ഇന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ ആ ഒരു വാദം തെറ്റാണെന്നാണ് ഇദ്ദേഹം വാദിക്കുന്നത്. പുലിമുരുകൻ സിനിമയ്ക്ക് വേണ്ടി എടുത്ത ലോണ് 2016 ഡിസംബറിൽ അടച്ചു തീർത്തതാണ്. ആ സിനിമ ന്യായമായ ലാഭം നേടിത്തന്ന സിനിമയായിരുന്നു. ഒരു സിനിമ 100 കോടി നേടിയെന്ന് പറയുമ്പോൾ അതിനേക്ക് ഒരു കണക്കുണ്ട്. ഈ സിനിമക്ക് 3 കോടി രൂപയോളം ഇൻകം ടാക്സ് ഞാൻ അടച്ചിട്ടുണ്ട്. ഇത്രയും വലിയ തുക ഇൻകം ടാക്സ് അടക്കണമെങ്കിൽ ആ സിനിമയുടെ കളക്ഷൻ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉണ്ടാകൂ. ചിത്രത്തിന്റെ നിർമ്മാതാവ് ഈ ഒരു പോസ്റ്റുമായി ഇന്ന് സോഷ്യൽ മീഡിയയിൽ എത്തിയപ്പോൾ നമ്മൾ ഇന്നലെ പോസ്റ്റ് ചെയ്ത വീഡിയോയുടെ താഴെ ഒരുപാട് കമന്റുകൾ വന്നിരുന്നു. അതിൽ നമ്മുടെ ചാനലിൽ വന്ന കുറച്ച് നെഗറ്റീവ് കമന്റ്സുകൾ നോക്കുമ്പോൾ നമ്മൾ പുലിമുരുകൻ എന്ന സിനിമയെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചുകൊണ്ടാണ് ആ ഒരു വീഡിയോ ചെയ്തതെന്നാണ് അല്ലെങ്കിൽ ചില പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ആ പ്രേക്ഷകരോടുള്ള നമ്മുടെ മറുപടി എന്ന് പറയുന്നത് പുലിമുരുകൻ എന്ന സിനിമയെ താഴ്ത്തിക്കെട്ടിയിട്ട് എനിക്കൊന്നും ലഭിക്കാൻ പോകുന്നില്ല. ഇന്നലെ ടോമിൻ J തച്ചങ്കരി അത്തരത്തിലൊരു വാദം ഉന്നയിച്ചപ്പോൾ നമ്മുടെ പ്രേക്ഷകരിലേക്ക് അത് എത്തിച്ചെന്നേ ഉള്ളൂ. എന്നാൽ ഇന്ന് ആ ഒരു പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. പുലിമുരുകൻ സിനിമയുടെ നിർമ്മാതാവ് തന്നെ ആ ഒരു കാര്യം ഇന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മൾ ഇതുവരെ വിചാരിച്ചത് പുലിമുരുകൻ എന്ന സിനിമ തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം 100 കോടി കളക്ഷൻ നേടിയ ചിത്രമാണെന്നാണ്. എന്നാൽ ചിത്രത്തിന്റെ നിർമ്മാതാവ് ടോമിച്ചൻ മുളകുപാടം ഇന്ന് സോഷ്യൽ മീഡിയയിൽ കുറിച്ച ഒരു വാക്ക് ഞാൻ ഇവിടെ വായിക്കുകയാണ്. പുലിമുരുകൻ സിനിമയ്ക്ക് വേണ്ടി 3 കോടി രൂപയ്ക്ക് മുകളിൽ അന്ന് ഞാൻ ഇൻകം ടാക്സ് മാത്രം അടച്ചിട്ടുണ്ട്. മൊത്തം വരുന്ന ബിസിനസ് കളക്ഷനാണ് 100 കോടി രൂപ. അതായത് തിയേറ്റർ കളക്ഷൻ അല്ലാതെ ചിത്രത്തിന്റെ എല്ലാ തരത്തിലുമുള്ള ബിസിനസ് കളക്ഷനിലൂടെ മാത്രമാണ് പുലിമുരുകൻ എന്ന സിനിമ 100 കോടി ക്ലബിൽ ഇടം നേടിയത്. ഇത് ആ ചിത്രത്തെ തരം താഴ്ത്താൻ വേണ്ടി പറഞ്ഞ കാര്യമല്ല. നമ്മൾ ഇത്രയും നാളും തിയേറ്റർ കളക്ഷനിലൂടെ മാത്രമാണ് ചിത്രം 100 കോടി ക്ലബിൽ എന്ന് കയറിയെന്നാണ് വിചാരിച്ചിരുന്നത്. ഏതൊരു കണക്ക് വെച്ച് നോക്കിയാലും പുലിമുരുകൻ എന്ന സിനിമ അന്ന് വലിയ ഓളം സൃഷ്ടിച്ച സിനിമ തന്നെയാണ്. എന്തായാലും ചിത്രങ്ങൾ നിർമ്മിക്കുന്ന നിർമ്മാതാക്കളോടും ചിത്രത്തിലെ അണിയറ പ്രവർത്തകരോടും ഒരേ ഒരു കാര്യം മാത്രമാണ് അന്നും ഇന്നും പറയാനുള്ളത്. കൃത്യമായ കണക്കുകൾ പുറത്തുവിടുക. പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കണക്കുകൾ അവസാനിപ്പിക്കുക. ഈ ഒരു അഭിപ്രായത്തോട് നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.